അഴീക്കോട് പുന്നക്കപ്പാറയിൽ ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ണൂർ വിഷൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇന്നലെ രാവിലെ 11:50 ഈ സ്ഫോടനം നടന്നത്. പുന്നക്കപ്പാറയിലെ ഉബൈദിന്റെ മകൻ അമാനാണ് ഈ സ്ഫോടനത്തിൽ മരിച്ചത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 4-5 കുട്ടികളാണ് ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ്. അവർ ഗ്രൗണ്ടിൽ കൂടിയിരുന്ന് പടക്കത്തിന്റെ മരുന്ന് ശേഖരിക്കുന്നതും പിന്നീട് തീ കൊളുത്തുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതും ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. അമാന്റെ മരണത്തിനിടയാക്കിയ ഈ ദുരന്തത്തിന്റെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിട്ടുള്ളത്. പഴുതടച്ച അന്വേഷണമാണ് പോലീസ് ഈ സംഭവത്തിൽ ഇന്നലെ മുതൽ നടത്തി വന്നിരുന്നത്. സ്ഫോടനം നടന്ന വിവരം അറിഞ്ഞയുടൻ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കൃത്യമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്ത് പരിശോധനയും നടത്തിയിരുന്നു. UDF സർക്കാർ അധികാരമേൽക്കുന്നതിന്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടെ സ്ഫോടനം ഉണ്ടായി എന്ന രീതിയിലാണ് ആദ്യം ഇത് പ്രചരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ആ പ്രചരണം ശരിയല്ല എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. ഗ്രൗണ്ടിന് തൊട്ടടുത്ത് കോൺഗ്രസിന്റെ ഓഫീസിൽ പടക്കം പൊട്ടിച്ച സർക്കാരിന്റെ സ്ഥാനാരോഹണത്തിന്റെ ഒരു ആഘോഷമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്തു. ഏതാണ്ട് 11 കാലോടുകൂടി അവിടെ നിന്ന് ആളുകളൊക്കെ തന്നെ തിരിച്ചു പോയതാണെന്നാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് TM മോഹനൻ ഇന്നലെ തന്നെ കണ്ണൂർ പറഞ്ഞിരുന്നത്. ഈ കുട്ടികൾ പൊട്ടാത്ത പടക്കം അതും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും TM മോഹനൻ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ ഈ പൊട്ടാത്ത പടക്കത്തിന്റെ മരുന്ന് ശേഖരിച്ച് ഒരു കുഴലിൽ നിറച്ച് കല്ലുകൾക്കിടയിൽ വെച്ച് തീ കൊളുത്തുകയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഒരു പൊട്ടിത്തെറിച്ച് തീ ആളിപ്പടരുകയാണ് ഉണ്ടായത്. ഇത് അമാന്റെ മുഖത്തിനും കഴുത്തിനും പൊള്ളലേൽക്കാൻ ഇടയാക്കി. കഴുത്തിന് ആഴത്തിലുള്ള മുറിവും ഉണ്ടായി. ഇതാണ് ഈ മരണ കാരണം എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഈ നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന സമയത്തൊക്കെ 2 ദിവസം പടക്കക്കടകൾ പൂട്ടിയിടാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. അന്ന് ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. പക്ഷേ പോലീസ് അന്ന് കണ്ടത് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കർശനമായ ഈ നിർദ്ദേശം നൽകുന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടികൾക്ക് ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന സംഭവങ്ങൾ നേരത്തെ നിരവധി ഉണ്ടായിരുന്നു എന്ന ഒരു റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കർശനമായ ഒരു നിയന്ത്രണം കണ്ണൂരിൽ ഏർപ്പെടുത്തിയിരുന്നത്. പടക്കക്കടകൾ ഒന്നും തന്നെ തുറക്കാൻ പാടില്ല. അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ഈ അടച്ച കടയിൽ നിന്നും പടക്കം നൽകാൻ പാടില്ല തുടങ്ങിയ കർശനമായ നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു. ഈ പൊട്ടാതെ കിടക്കുന്ന പടക്കം ശേഖരിച്ച് അത് വീണ്ടും കെട്ടി പടക്കമുണ്ടാക്കി പൊട്ടിക്കുന്ന സംഭവങ്ങൾ വ്യാപകമായിരുന്നു എന്ന് പോലീസിന് വിവരമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായി. കുട്ടികൾ കളിക്കുന്നതിനിടെ ഈ വെടിമരുന്ന് നിറച്ച് കളിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഈ റോഡരികിലും മറ്റും പടക്കം പൊട്ടിച്ച് ബാക്കി വരുന്ന പടക്കം അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്ഥിതിയും ഉണ്ട്. ഇതൊക്കെയാണ് കുട്ടികൾ ശേഖരിച്ച് വീണ്ടും കത്തിക്കുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ കർശനമായ ഒരു നിയന്ത്രണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന കൂടിയാണ് ഈ അമാന്റെ ദാരുണമായ മരണം ഉണ്ടാക്കിയിട്ടുള്ളത്. പലവട്ടം പോലീസ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇങ്ങനെ റോഡരികിൽ പടക്കം പൊട്ടിക്കുക, അതിനുശേഷം അത് പൊട്ടാത്തത് അവിടെ തന്നെ ഉപേക്ഷിച്ച് പോവുക, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ഒരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ പോലീസ് നൽകിയതാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോകേണ്ടതുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ ദൃശ്യങ്ങൾ. അതായത് കുട്ടികൾ മാത്രം അവിടെ ഒരു ഗ്രൗണ്ടിൽ വന്ന് അവിടെ നിന്നും പൊട്ടാത്ത പടക്കത്തിൻ്റെ മരുന്ന് ശേഖരിച്ച് അത് കത്തിക്കുമ്പോഴുണ്ടായ ഒരു അപകടം എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു CCTV ദൃശ്യങ്ങൾ തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതാണിപ്പോൾ കണ്ണൂർ വിഷൻ പുറത്തുവിടുന്നത്. എന്തായാലും സമൂഹത്തിനാകെ ഇത്തരത്തിലൊരു ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. കുട്ടികൾ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പടക്കങ്ങളും മറ്റും ശേഖരിച്ച് അതിന് തീ കൊളുത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടം എത്രമാത്രം ഭീകരമായിരിക്കും എന്ന് തെളിയിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ കണ്ണൂർ വിഷൻ പുറത്തുവിടുന്നത്. എല്ലാവരും, കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ് ഈ CCTV ദൃശ്യങ്ങൾ.